أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الأجمعين. أما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എസ്പെറൻസ 2024 പ്രൗഢമനോഹര വേദിയിൽ മലബാറിൻ്റെ ഉപരിപഠനം വാഗൺ ട്രാജഡിയാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില നിരീക്ഷണങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളോളമായി തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒരു വലിയ കബളിപ്പിക്കലിൻ്റെ മുറിവിൽ നിന്നും പൂർണ്ണമായി മോചിതരാവാതെയാണ് നാം ഇന്നിവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അറിവ് നേടാനുള്ള അഭിലാഷങ്ങളുടെ ലോകത്ത് നിന്ന് തൻ്റെ കാരണം കൊണ്ടല്ലാതെ തുടർ പഠനമെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന എൻ്റെ സമപ്രായക്കാരായ വിദ്യാർത്ഥികളുടെ നോവൽ പങ്കുചേർന്നുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഉൾപ്പെടലിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1996, 2001 കാലയളവിലാണ് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നിലവിൽ വരുന്നത്. അന്ന് PJ ജോസഫ് ആയിരുന്നു കേരള വിദ്യാഭ്യാസ മന്ത്രി. യഥാർത്ഥത്തിൽ അന്നു മുതൽ 24 വർഷങ്ങൾക്കപ്പുറവും ജൂൺ ജൂലൈ കാലത്തിലെ മഴ പെയ്ത്തുപോലെ മുറ തെറ്റാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മലബാറിന്റെ ഉപരിപഠന പ്രതിസന്ധി എന്നത്. ഓരോ തവണ SSLC ഫലം പുറത്തുവരലോടുകൂടെ തന്നെ അവർ അധ്വാനിച്ചു നേടിയ വിജയമധുരം ആസ്വദിച്ച് നുകരും മുമ്പേ തുടർ പഠനത്തിന് എന്ത് ചെയ്യുമെന്ന ആശങ്കയുടെ ഗർത്തത്തിലേക്ക് വീണു പോകുന്ന വിദ്യാർത്ഥികളെയാണ് അവശിഷ്യ. 2000 മുമ്പ് തന്നെ +2 ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം സ്കൂൾഷിപ്പിന്റെ ഭാഗമായിട്ടും 24 വർഷങ്ങൾക്കപ്പുറവും സർക്കാർ ആ യഥാർത്ഥത്തിലേക്ക് സർക്കാരിന്റെ ആലോചനകൾ കടന്നു ചെന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്തുള്ള ചരടുവലികൾ എത്രമേൽ നിഗൂഢമാണെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. മലബാറിന്റെ കലാലയങ്ങളിൽ +1 സീറ്റിനെ ചൊല്ലിയുള്ള പ്രതിസന്ധി നേരിടുമ്പോൾ തന്നെ തെക്കൻ ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ ആവറേജ് വിദ്യാർത്ഥികളെ പോലും കിട്ടാതെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളാണ് നമുക്ക് കാണാനാവുന്നത്. എന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്ന ചോദ്യങ്ങൾ ഇത്തവണയും ആവർത്തിക്കപ്പെട്ടു. വിജയം വരച്ച മിടുക്കന്മാരും മെഡിക്കുകളും തന്റെ മാർക്ക് ലിസ്റ്റുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരത്തിനിറങ്ങേണ്ടി വന്നു. പരിഹാരമെന്ന പേരിൽ പതിവ് പോലെ തന്നെ പഠനത്തിന് 2 അംഗ സമിതിയും ഉള്ള ബാച്ചുകളിൽ 20ഉം 30ഉം സീറ്റുകൾ അധികരിപ്പിക്കുകയും ചെയ്തു. 24 വർഷമായിട്ടും നാം നേരിടുന്ന അടിസ്ഥാന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം പോലും കാണാനാവാതെ കോടികളുടെ വികസന ചിത്രങ്ങൾ വരക്കുന്നതിന്റെ വിരോധാഭാസം തിരുത്താൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. നിരന്തരമായുള്ള അധിക സീറ്റുകൾ എന്ന കബളിപ്പിക്കൽ പരിഹാരത്തിലൂടെ തുടർ പഠനമെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ 40 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ക്ലാസ് മുറിയിൽ 50ഉം 60ഉം ആക്കി ഉയർത്തി വാഗൺ ട്രാജഡിയെ സ്മരിക്കും വിധമുള്ള ക്ലാസ് മുറികളാണ് നമുക്ക് കാണാനാവുന്നത്. ഫലമോ നിയന്ത്രണ വിധേയമാകാത്ത, മറ്റു സംവിധാനങ്ങളിൽ ഉപയോഗിക്കപ്പെടുത്താൻ പറ്റാത്ത ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കുന്നു എന്നതാണ്. നല്ല ഉന്നത നിലയിൽ മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെയാണ് ഇങ്ങനെ തകർച്ച നിലവാരത്തിലേക്ക് തള്ളിയിടുന്നത്. മലബാർ കലാപാനന്തരം കുത്തിനിറച്ചു പാഞ്ഞ വാഗൺ ദുരന്തത്തെ പോലെ തകർക്കാനുള്ളതല്ല മലബാറിന്റെ വിദ്യാഭ്യാസങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. ശ്രദ്ധിക്കുക, വേദി 2-ൽ ഹൈസോൺ സ്പീച്ച് ഇംഗ്ലീഷ്